ചിരിക്കാൻ മടിയുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ തിരിച്ചറിഞ്ഞോളൂ, നിങ്ങളുടെ മരണം അടുത്തു കഴിഞ്ഞു. ചിരിക്കാൻ മടിയുള്ള ജീവിവർഗം പെട്ടെന്ന് മരിക്കുമെന്ന് ഇപ്പോൾ സംശയം തോന്നുന്നുണ്ടോ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, മനുഷ്യനെ പോലെ നിരവധി ജീവജാലങ്ങൾക്കും ചിരിയും പുഞ്ചിരിയും പൊട്ടിച്ചിരിയുമുണ്ട്. മനുഷ്യനെ പോലെ പരിണാമം സംഭവിച്ച ചിരിയെക്കുറിച്ചാകാം ഇന്നത്തെ ചിന്ത. എന്തിനാണ് ചിരിക്കുന്നത്? ചിരി വന്നിട്ട് അഡ്ജസ്റ്റാ? ഇങ്ങനെ പറയാത്തവർ കുറവായിരിക്കും അല്ലേ? എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുകയാണല്ലേ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ. എന്നാൽ പൊട്ടിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്നത്? നിങ്ങൾ ചിരിക്കുമ്പോൾ വയറിലെ പേശികൾ പെട്ടെന്ന് ചുരുങ്ങാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാറ്റം വരുത്തുന്നു. ഇത് നെഞ്ചിലെ അറകളിൽ മർദ്ദം അനുഭവപ്പെടുത്തുകയും വായു പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. പൊട്ടിച്ചിരിക്കുമ്പോൾ ശരീരത്തിലെ റിഫ്ലക്സുകളെയും പേശികളുടെയും നിയന്ത്രണവും മന്ദഗതിയിലാകും. എന്തിനേറെ പറയുന്നു, കാലിന് ചിലപ്പോൾ ബലഹീനത വരെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ ചിരി പ്രതിഭാസത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? പൗരാണിക സിദ്ധാന്തങ്ങളിൽ ഒന്നും പരാമർശിക്കാത്ത ഒരു കാര്യമാണ് ചിരി. ചിരിയെക്കുറിച്ച് ലഘുലേഖകളോ കാവ്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ മനുഷ്യർ ചിരിക്കുന്നുണ്ട്. കള്ളച്ചിരിയും പൊട്ടിച്ചിരിയും നാണച്ചിരിയുമൊക്കെ മുഖത്ത് മിന്നിമറിഞ്ഞു പോകും. നിഷ്കളങ്കമായ ചിരിയും വ്യാജച്ചിരിയും കണ്ടാലറിയാം. ചുണ്ടുകൾ കൊണ്ട് ഗോഷ്ടി കാണിക്കുന്നത് ഒരിക്കലും ചിരിയാവില്ല. ഹൃദയത്തിൽ നിന്നുമാണ് ചിരി വിടരേണ്ടത് എന്നാണ് കവിഭാവന. എന്നാൽ ഓരോ ചിരിയും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യർ മാത്രമാണ് ചിരിച്ചിരുന്നത് എന്നാണ് നമ്മൾ കുറേ കാലം വിശ്വസിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് ശാസ്ത്രം പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തെളിഞ്ഞത്. അൾട്രാസോണിക് റെക്കോർഡുകൾ ഉപയോഗിച്ചായിരുന്നു പഠനം. 90കളിലാണ് ഇത്തരം പരീക്ഷണങ്ങൾ സജീവമായി നടക്കാൻ തുടങ്ങിയത്. എലിക്ക് പുറമെ മറ്റനവധി ജീവികളും ചിരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന സസ്തനികളിലാണ് ചിരി എന്ന് കരുതേണ്ട. സസ്തനികൾക്ക് പുറമെ പക്ഷികളും ചിരിക്കാറുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മനുഷ്യനോട് ചേർന്നു നിൽക്കുന്ന കുരങ്ങ് വർഗത്തെക്കുറിച്ചാണ്. മനുഷ്യന്റെ പൂർവികരായ കുരങ്ങുകളുടെ ഇടയിലായിരുന്നു പരീക്ഷണം. കുരങ്ങുകളെ കളിക്കാൻ സജ്ജമാക്കിയാണ് പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണത്തിൽ കളിക്കിടെ ഈ കുരങ്ങുകൾ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു. ഇത് കുരങ്ങന്മാരുടെ ചിരിയാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. മനുഷ്യന് ഇന്ന് ചിരിക്കാൻ പറ്റുന്നത് പോലെ ചിരി രൂപാന്തരപ്പെട്ടതിൽ വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനെ പോലെ തന്നെ ചിരിക്കും പരിണാമം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സാരം. സാമൂഹികപരവും ഭാഷാപരവുമായിട്ടുള്ള പ്രത്യേകതകളും ചിരിയെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ചിരിയിൽ വരുന്ന ചെറിയ വേരിയേഷൻ പോലും നമ്മുടെ സാമൂഹിക മണ്ഡലത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. മനുഷ്യർക്ക് വികാരങ്ങൾ പരസ്പരം കൈമാറാനും ആശയവിനിമയം എളുപ്പമാക്കാനും സഹായിക്കുന്നവയാണ് ചിരികൾ. ചിരിയുള്ള ക്ലിപ്പുകൾ കാണുന്നത് തലച്ചോറിലെ ചില മേഖലകളെ സജീവമായി പ്രവർത്തിക്കാൻ കാരണമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സമയത്ത് ചിരിയോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും നൽകുന്നത്. അതേസമയം പൊട്ടിച്ചിരി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വലിയ ശബ്ദത്തോടു കൂടിയാണ് മനുഷ്യർ പൊട്ടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ചുറ്റുമുള്ളവരെ അറിയിക്കുക കൂടിയാണ് ലക്ഷ്യം. കമ്മ്യൂണിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബ്രോഡ്കാസ്റ്റിലേക്കാണ് ഇത്തരം ചിരികൾ എത്തിക്കുന്നത്. 5 മാസം പ്രായമുള്ള കുട്ടികളുടെ ചിരിയിൽ നിന്ന് അവർക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ചിരിയും വ്യാജ ചിരിയും കണ്ടെത്താൻ സാധിക്കുന്ന യുഗത്തിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഭാഷയും സംസാരവുമുള്ള മേഖലയിൽ നിന്നാണ് വ്യാജനായ ഒരു ചിരിയും പിറവിയെടുക്കുന്നത്. അതേസമയം യഥാർത്ഥ ചിരി നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ് പുറപ്പെടുക. നല്ല ചിരി വരുന്നത് പഴയ നെറ്റ്വർക്കുകളിൽ നിന്നു തന്നെയാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് എല്ലാ മൃഗങ്ങളും ആശയവിനിമയം നടത്തിപ്പോകുന്നത്. ചിരിക്കുമ്പോൾ ബ്രെയിനിൽ നല്ല ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കും. ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും നമ്മളെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കുകയും ചെയ്യും. ലോകമെമ്പാടും പ്രതിവർഷം 7 ലക്ഷത്തിലധികം ആത്മഹത്യകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. ഇന്ത്യയിലാകട്ടെ ആത്മഹത്യാ നിരക്ക് വർഷവും കൂടി വരികയാണ്. മനുഷ്യർ ഇത്ര സമ്മർദ്ദം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിരിയുടെ പ്രാധാന്യം ഏറി വരികയാണ്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ചിരി നമ്മുടെ ആയുസ് കൂട്ടും എന്നാണ് സാരം. ആരോഗ്യകരമായ ജീവിതത്തിന് ചിരി അത്യാവശ്യമാണെന്നതുകൊണ്ട് തന്നെ ആരും മടി കാണിക്കേണ്ട, നല്ലോണം ചിരിച്ചോളൂ.